ഈ ജോഷിലയിൽ നിൽക്കുന്ന ഒരു വഴി മാത്രമല്ലേ ആ പ്രദേശത്തേക്കുള്ളൂ? ഈ വഴി കൂടെ തന്നെ ആയിരിക്കുമല്ലോ അല്ലെ ജയസൂര്യയെ കൂട്ടിയുള്ള വാഹനം മറ്റു ഉദ്യോഗസ്ഥരൊക്കെയും വരിക? തീർച്ചയായും ഈ വഴിക്ക് കൂടെ തന്നെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് റേഞ്ച് ഓഫീസർ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ മാധ്യമപ്രവർത്തക സംഘവും അതുപോലെ തന്നെ മറ്റ് കുറച്ച് നാട്ടുകാരും നിലനിൽക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ആ വഴിക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇന്നലെ രാധയെ കടുവ കടിച്ച് കൊന്ന സ്ഥലം ഇതിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വഴിയിൽ ചിലപ്പോൾ പോകാനുള്ള വഴി ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുമോ എന്നറിയില്ല. നാട്ടുകാരടങ്ങുന്ന സംഘത്തെ അടക്കം കൂട്ടിക്കൊണ്ട് വിദഗ്ധ നാട്ടുകാർക്കായിരിക്കും ഈ പ്രദേശം ഏറ്റവും നന്നായി അറിയുക. അവരെ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ടീം, ഫോറസ്റ്റ് വനംവകുപ്പിന്റെ ടീമാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശം കൃത്യമായി അറിയാവുന്ന ആളുകൾ അവിടെയും ഈ പഞ്ചാരക്കൊല്ലിയിലേന് സമാനമായി തന്നെ കൂടുതൽ ജനങ്ങൾ ഉള്ള ഒരു മേഖലയായിരിക്കുമല്ലോ. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം വരെ ജനവാസ മേഖലയാണ്. എന്നാൽ വനപ്രദേശത്തിനുള്ളിൽ തന്നെയാണ് ഇതുള്ളത്. പഞ്ചാരക്കൊല്ലിയിലെ വനപ്രദേശം തന്നെയാണ് ഇത്. 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശമാണ്. പഞ്ചാരക്കൊല്ലിയുടെ നേരത്തെ കടുവയെ കണ്ട അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള പ്രദേശമാണ്. ഇപ്പോൾ 2 കിലോമീറ്റർ പരിധിക്കുള്ളിൽ ആയിരിക്കും ഈ ഒരു പ്രദേശമുള്ളത്. വനമേഖലയാണ്, നല്ല ഉൾക്കാടാണ് എന്ന് വേണം പറയാൻ. ഈ കാണുന്ന ഒരു വഴി മാത്രമേ അവിടേക്ക് പോകാനുള്ളൂ. ആ വഴിക്കാണ് രാധയെ കഴിഞ്ഞ ദിവസം അച്ചപ്പൻ കൊണ്ടുവിട്ടതും കാപ്പി തോട്ടം മേഖലയിലേക്ക് അച്ചപ്പൻ കൊണ്ടുവിട്ടത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് നേരത്തെ അവരുടെ ബന്ധു ഞങ്ങളോട് കൈമാറിയ വിവരവും. എന്തായാലും ഈ കൂട് സ്ഥാപിച്ച സ്ഥലത്തല്ല ഇന്നിപ്പോൾ കടുവയെ കണ്ടിരിക്കുന്നത്. കടുവ എന്തായാലും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു, ഈ ഭാഗത്തുണ്ട് എന്നുള്ള കാര്യം. ഈ പ്രദേശത്തിന് ഉള്ളിൽ തന്നെ കടുവയുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതുമാണ്. കടുവ നേരത്തെ തന്നെ അനൗൺസ്മെന്റുകൾ അടക്കം പോയതാണ്. അതായത് ഈ സ്ഥലത്ത് പരിസര പ്രദേശങ്ങളിൽ കടുവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം, നേരത്തെ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യവും അടക്കം അനൗൺസ്മെന്റ് വാഹനങ്ങളിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ വനംവകുപ്പിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഈ ഒരു പരിധിക്കുള്ളിൽ കടുവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. ജനവാസ മേഖലയും അതുപോലെ തന്നെ ഉൾക്കാടും അടക്കം ചേർന്നിരിക്കുന്ന ഒരു പ്രദേശമാണ്. അത്ര സുരക്ഷിതമല്ലാത്ത ഒരു പ്രദേശം തന്നെയാണ്. എന്തായാലും മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗമടക്കം വിളിച്ചു ചേർത്തിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനം തന്നെയാണ്. കടുവയുടെ ആക്രമണം തന്നെയാണ് എന്ന് മന്ത്രി AK ശശീന്ദ്രന്റെ ഭാഗത്ത് നിന്നാണെന്ന് തോന്നുന്നു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള വിവരങ്ങൾ ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ നൽകി കാണണം. അങ്ങനെ ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പഞ്ചാരക്കൊല്ലി മേഖലയ്ക്ക് തൊട്ടടുത്താണ് തറാട്ടിൽ. ഇതെല്ലാം ഏതാണ്ട് 1.5 കിലോമീറ്റർ പരിസരത്ത് വരുന്ന പ്രദേശമാണ്. അവിടെയാണ് ഇപ്പോൾ RRT സംഘാംഗമായിട്ടുള്ള ജയസൂര്യക്ക് പരുക്കേറ്റിരിക്കുന്നത്. ഇത് കടുവയുടെ ആക്രമണം തന്നെയാണ് എന്ന സ്ഥിരീകരണം ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അല്പസമയത്തിനകം ജയസൂര്യയെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ്. ഏതാണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിലയുറപ്പിച്ചിരിക്കുന്ന പ്രദേശത്ത് നിന്നും 1/2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ കടുവയുടെ ആക്രമണം നടന്നു എന്ന് സംശയിക്കുന്ന സ്ഥലമുള്ളത്. അവിടെ നിന്ന് അല്പസമയത്തിനകം ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹനവുമായി ഉദ്യോഗസ്ഥരടങ്ങുന്ന ഉദ്യോഗസ്ഥരും ഒപ്പം ഈ പ്രദേശം അറിയുന്ന കുറച്ച് ആൾക്കാരും ഡോക്ടർ അരുൺ സക്രി അടക്കമുള്ള സംഘാംഗങ്ങളും അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തായാലും കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മേഖലയിൽ തന്നെ കടുവയുണ്ട് എന്നൊരു സ്ഥിരീകരണമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുവയെ കൂട്ടിലാക്കാൻ ഒരുപക്ഷെ ഇന്ന് തന്നെ കഴിഞ്ഞേക്കാം എന്നുള്ള സൂചനകളും ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജോഷില, തീർച്ചയായും കടുവ ഈ സ്ഥലത്ത് തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ റേഞ്ച് ഓഫീസറും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 99% കടുവയായിരിക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ അത് പെട്ടെന്ന് തന്നെ പറയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം സംയമനം പാലിച്ചത്. കടുവ തന്നെയാണ് കടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്ഷമിക്കണം, കടുവയുടെ നഖമാണ് പതിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
പക്ഷേ പരിക്ക് ഗുരുതരമാണോ എന്നുള്ള കാര്യം മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാവൂ എന്നുള്ള കാര്യവും റേഞ്ച് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. റേഞ്ച് ഓഫീസറും SHO അടങ്ങുന്ന സംഘവും ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ വഴിക്ക് തന്നെ പരിക്ക് പറ്റിയ ഉദ്യോഗസ്ഥനെയും കൊണ്ട് സംഘം എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം, വിദഗ്ധ സംഘം ഇപ്പോൾ അവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. കടുവയെ പിടികൂടാനുള്ള സാധ്യത മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം കടുവയാണ്, ഏത് നിമിഷവും എവിടേക്കും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മൃഗം കൂടിയാണ്. അതുകൊണ്ട് കടുവയെ പക്ഷേ ഇന്ന് തന്നെ പിടികൂടണം എന്നുള്ള ഒരു ലക്ഷ്യം വനംവകുപ്പിന് ഉണ്ട് എന്നുള്ളതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനൊക്കെ തന്നെ സജ്ജമായിട്ടാണ് ഇന്ന് രാവിലെ മുതൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തെരച്ചിൽ ഇന്നലെ കാടടച്ച് തെരച്ചിൽ നടത്തില്ല, കടുവ മറ്റൊരു സ്ഥലത്തേക്ക് പോകും എന്ന് തീരുമാനിച്ച ആ തീരുമാനം തന്നെ മാറ്റിയിട്ടാണ് 8 പേരടങ്ങുന്ന 10 സംഘത്തെ പല സ്ഥലങ്ങളിലായി വിന്യസിച്ചത്. അതിൽ ഒരു സംഘത്തിൻ്റെ RRT ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ പരിക്ക് ഏറ്റിരിക്കുന്നത്. ഉൾക്കാടിലാണ്, ഇത്തരത്തിൽ വലിയൊരു കാട് പ്രദേശം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് നല്ല ഉൾക്കാടാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിനിടയിലുള്ള ഒരു റോഡ് മാത്രമാണ്. ആ ഒരു റോഡിലൂടെയാണ് ഇന്നലെ മിനിഞ്ഞാന്ന് രാധയെയും കൊണ്ട് അച്ചപ്പൻ പോയത്. ആ വഴിക്കാണ് കാപ്പിത്തോട്ടത്തിലേക്ക് പോയത്. എന്നാൽ കാപ്പിത്തോട്ടത്തിൽ നിന്നും അവർ ഇറങ്ങി ഒരു വനമേഖലയുടെ തൊട്ട് താഴെയുള്ള പ്രദേശത്ത് വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്താണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കടുവ ഈ പരിസരങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ 38 ക്യാമറകളിൽ ചിലതിൽ പതിഞ്ഞ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടായിരുന്നു. ഇന്നലെ 4 മണിക്കാണ്, പുലർച്ചെ 4 മണിക്കാണ് അവസാനമായി ലഭിച്ച ചിത്രങ്ങളിൽ അത്തരത്തിൽ കടുവയുടെ ചിത്രങ്ങൾ പതിഞ്ഞിരുന്നു. ഇന്ന് തെർമൽ ക്യാമറ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കാൻ ആരംഭിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ എന്തായാലും കടുവയുടെ RRT സംഘത്തിന് കടുവയെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ആ ഒരു സ്ഥലത്ത്, കടുവയുള്ള സ്ഥലത്ത് ആയിരുന്നു ഇന്ന് പരിശോധന നടത്തിയത് എന്നുള്ളതാണ്. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു ആക്രമണമാണ് നടന്നത്. ഉടൻ തന്നെ മറ്റ് സംഘങ്ങളെല്ലാം തന്നെ ബേസ് ക്യാമ്പിൽ നിന്നുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ അല്പസമയത്തിനകം ഈ പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദൗത്യ സംഘത്തിന് നേരെ തിരിഞ്ഞ് പഞ്ചാരക്കൊല്ലിയിലെ കടുവ എന്ന് വേണം ഇപ്പോൾ സ്ഥിരീകരിച്ച വിവരമായി നമുക്ക് പറയാൻ. ഊർജിതമായ തെരച്ചിൽ തറാട്ടിൽ വനമേഖലയിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പരിക്കേറ്റത് RRT സംഘാംഗം ജയസൂര്യനാണ്. അദ്ദേഹത്തിന്റെ പരിക്കിന്റെ കൂടുതൽ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല. അല്പസമയത്തിനകം അദ്ദേഹത്തെ മാനന്തവാടിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങൾ, വാഹനമടക്കം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10 മിനിറ്റിലേറെ സമയമായി വാഹനം അങ്ങോട്ടേക്ക് പോയിട്ട് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പ്രദേശവാസികൾ അടങ്ങുന്ന ഒരു സംഘം കൂടി വാഹനത്തിനൊപ്പം തന്നെ നടന്നു പോയിട്ടുണ്ട്. എന്തായാലും ഈ മേഖലയിൽ കൃത്യമായി കഴിഞ്ഞ ദിവസം ലൊക്കേറ്റ് ചെയ്തതനുസരിച്ച് തന്നെ കടുവ ഉണ്ട് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം പൂർണ്ണമായി വന്നിരിക്കുന്നു. ഒരു പക്ഷേ ആ കടുവ തന്നെയാണ് ഇപ്പോൾ ഈ ആക്രമണത്തിന് മുതിർന്നിരിക്കുന്നത് എന്നതും ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്ന വിവരമാണ്. മറ്റൊക്കെയും ഇതിന്റെ ID വെരിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും പൂർണ്ണമായി സ്ഥിരീകരിച്ച വിവരം. എന്തായാലും തുടക്കത്തിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ ഒരു വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാം. 99% കടുവയുടെ ആക്രമണം എന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണമുണ്ട് അത് കടുവയുടെ ആക്രമണം തന്നെയാണ് എന്നുള്ളത്. ഈ തെരച്ചിലിന്റെ ഭാഗമായിട്ടുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമിൽ അംഗമായിട്ടുള്ള ജയസൂര്യനാണ് പരിക്കേറ്റിട്ടുള്ളത്. ജയസൂര്യനെ അല്പസമയത്തിനകം അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റും.